നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ധന്യ റീന വർഗീസ്. നോക്കാം വാർത്തകൾ വിശദമായി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള അമേരിക്കയുടെ 14 ഇന നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാനുമായി ധാരണയാകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കണമെന്ന് ഇറാൻ. യുദ്ധം അവസാനിച്ചാൽ കപ്പലുകളുടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കാനായി ഫ്രഞ്ച് ആണവ വിമാനവാഹിനി കപ്പൽ ഹോർമുസ് കടലിടുക്കിലേക്ക് പുറപ്പെട്ടു. സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ടുവെച്ച 14 ഇന നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും വൈകാതെ പ്രതികരണം അറിയിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ആണവായുധം വികസിപ്പിക്കില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരണം 12 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നും ഇറാനിൽ നിന്നും അമേരിക്ക ഉറപ്പു തേടിയെന്നാണ് റിപ്പോർട്ടുകൾ. നിർദ്ദേശം അമേരിക്ക ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യും. ഇറാനുമായി കഴിഞ്ഞ 24 മണിക്കൂറിൽ നല്ല ചർച്ചകൾ നടന്നെന്നും കരാറിലെത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാമെന്ന് ഉറപ്പു നൽകി ഇറാൻ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ഫ്രഞ്ച് ആണവ വിമാനവാഹിനി കപ്പലിനെ ഹോറാൾസ് ഡിഗല്ല എന്ന കപ്പലാണ് ഹോർമുസിലേക്ക് നീങ്ങുന്നത്. ഹോർമുസിലൂടെയുള്ള സുരക്ഷിത ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നും ഇറാൻ യുദ്ധം അവസാനിച്ച ശേഷം മാത്രമേ കപ്പൽ ഹോർമുസിൽ വിന്യസിക്കൂ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുമായി ചർച്ച നടത്തിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാൻ പരിശോധിച്ചു വരുമ്പോഴാണ് പെസഷ്കിയാന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അടുത്ത വാർത്തയിലേക്കാണ്. ഇറാൻ ആക്രമണങ്ങളെയും ഭീഷണിയെയും ശക്തമായി അപലപിച്ച UAE. രാജ്യത്തിന്റെ സ്വതന്ത്രമായ തീരുമാനങ്ങളിലും മറ്റും രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലും ഇറാൻ ഇടപെടേണ്ടെന്ന് UAE വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണവും മറ്റും രേഖപ്പെടുത്താൻ UAE ദേശീയ സമിതി രൂപീകരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രാജ്യത്ത് ഇറാൻ ആക്രമണമുണ്ടായതായി UAE ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ UAE ആക്രമിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ വാദം. രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ ഇറാന്റെ നീക്കങ്ങൾ വച്ചുപൊറുപ്പിക്കില്ല, ആക്രമണങ്ങളെ ചെറുക്കും. UAE ഏതൊക്കെ രാജ്യങ്ങളുമായി സഹകരിക്കണമെന്നത് തങ്ങളുടെ മാത്രം കാര്യമാണ്. അതിൽ ഇറാൻ തലയിടേണ്ടെന്നും UAE വ്യക്തമാക്കി. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറാനിൽ നിന്നുണ്ടാകരുത്. ശത്രുതാപരമായ നീക്കങ്ങളെ ചെറുക്കും. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് UAEയുടെ നിലപാട്. അതിനിടെ ഇറാന്റെ ആക്രമണങ്ങളും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും രജിസ്റ്റർ ചെയ്യാൻ UAE ദേശീയ സമിതി രൂപീകരിച്ചു. UAE അറ്റോർണി ജനറൽ അധ്യക്ഷനായ സമിതിയിൽ വിവിധ ഫെഡറൽ മന്ത്രാലയങ്ങളിലെയും പ്രാദേശിക സമിതിയിലെയും പ്രതിനിധികൾ അംഗങ്ങളായിരിക്കും. 24 ദുബായ്. സൗദി അറേബ്യയിൽ വാണിജ്യ ബിനാമി ഇടപാടുകൾ എതിരായ നടപടികൾ ശക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം 6500-ലധികം കേന്ദ്രങ്ങളിലാണ് അധികൃതർ പരിശോധന നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ 170ഓളം കേസുകളിൽ തുടർ നടപടികൾക്കായി മാത്രം മന്ത്രാലയം കൈമാറി. സൗദി അറേബ്യയിലെ വാണിജ്യ മേഖലയിൽ ബിനാമി ഇടപാടുകൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനാണ് പരിശോധന ശക്തമാക്കിയത്. ഇതിനായി രൂപീകരിച്ച നാഷണൽ പ്രോഗ്രാം ഫോർ കോംബാറ്റിംഗ് കൊമേഴ്സ്യൽ കൺസീൽമെന്റാണ് റെയ്ഡുകൾക്ക് നേതൃത്വം നൽകുന്നത്. വിവിധ സൂചനകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തിൽ മാത്രം 6500-ലധികം പരിശോധനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. പ്രധാനമായും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ, ജ്യൂസ് കടകൾ, ഡെക്കറേഷൻ ഷോപ്പുകൾ, സർവീസ് അപ്പാർട്ട്മെന്റുകൾ, കഫേകൾ എന്നീ മേഖലകളിലാണ് പരിശോധന കേന്ദ്രീകരിച്ചത്. ഈ പരിശോധനകളിൽ 170 സ്ഥാപനങ്ങളിൽ ബിനാമി ഇടപാടുകൾ നടന്നതായി പ്രാഥമികമായി കണ്ടെത്തി. ഈ കേസുകൾ വിശദമായ അന്വേഷണത്തിനും ശിക്ഷാ നടപടികൾക്കുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് മാറ്റി. സ്വദേശികളുടെ പേരിൽ വിദേശികൾ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ് കേസുകളിൽ കൂടുതലും. ബിനാമി ഇടപാടുകളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് സൗദി നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 5 വർഷം വരെ തടവും 5 മില്യൺ റിയാൽ വരെ പിഴയും ചുമത്തും. ഇതിനു പുറമെ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുകയും ബിനാമി ഇടപാടിലൂടെ സമ്പാദിച്ച പണം കണ്ടുകെട്ടുകയും ചെയ്യും. പ്രവാസികളാണ് ഇത്തരം ഇടപാടുകളിൽ ഏർപ്പെടുന്നതെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം അവരെ നാടുകടത്തുകയും പിന്നീട് സൗദിയിലേക്ക് വരുന്നത് വിലക്കുകയും ചെയ്യും. 24 ജിദ്ദ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മണിപ്പൂരിൽ നാഗഗ്രാമങ്ങൾ ആക്രമിച്ച് കുക്കി ആയുധധാരികൾ 18 വീടുകൾക്ക് തീയിട്ടു. വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റതായും വിവരം. മ്യാൻമാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. ഈ ഒരു സംഭവം, ഈ ആക്രമണം നടന്നിരിക്കുന്നത് തെങ്കുൽ നാഗ എന്ന് പറയുന്ന വിഭാഗം തിങ്ങിപ്പാർക്കുന്ന 3 ഗ്രാമങ്ങൾ, ചോരോ, വാങ്ലി, അതുപോലെ തന്നെ നാംലി, ഈ 3 ഗ്രാമങ്ങളിലാണ് ആക്രമണം നടന്നത്. 3 ഗ്രാമങ്ങളും മ്യാൻമർ
സിറിയ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളാണ്. മാത്രമല്ല കുക്കി ആയുധധാരികളായിരുന്നു ഈ ഗ്രാമങ്ങളിലെത്തി ആക്രമണം നടത്തിയത്. ഈ കുക്കി ആയുധധാരികൾ അത് മ്യാൻമറിൽ നിന്ന് എത്തിയവരാണ്, മ്യാൻമർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് സുരക്ഷാ സേനയെല്ലാം തന്നെ എത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മോഷണമായിരുന്നു, കവർച്ച നടത്തുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. 18 വീടുകളാണ് ഇവർ തീ വെച്ചത്. മാത്രമല്ല വലിയ തോതിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. അതിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടും 2 പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ തെങ്കുൽ നാഗ വിഭാഗത്തിന്റെ ഏറ്റവും ഉയർന്ന സംഘടനകളിലെ ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അസം റൈഫിൾസ് ഇപ്പോൾ ഈ പരിസരത്തെല്ലാം തന്നെ വലിയ തോതിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പറയുന്ന സംഘത്തെ പിടികൂടാനായിട്ട് ഇവർ മ്യാൻമറിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ള വിവരം ഇതുവരെയും അസം റൈഫിൾസിനോ മറ്റ് സുരക്ഷാ സേനയ്ക്കോ ലഭിച്ചിട്ടില്ല. അതുകൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വ്യാപകമായി ഈ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അസം റൈഫിൾസിന്റെ പരിശോധന തുടരുകയാണ്. ധന്യ, ഡൽഹിയിൽ നിന്നും അർജുനാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്കാണ്. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റവുമായി ദുബായ്. ഭക്ഷണത്തിലൂടെ പകരുന്ന വൈറസുകളെ കണ്ടെത്തുന്ന വൈറൽ ജനറ്റിക്സ് ലാബ് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു. യുഎഇയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ലാബ് തുടങ്ങുന്നത്. ഭക്ഷണത്തിലൂടെ പകരുന്ന വൈറസുകളെ അതിവേഗത്തിലും കൃത്യതയോടെയും കണ്ടെത്തുന്ന ലാബാണ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചത്. ദുബായ് സെൻട്രൽ ലബോറട്ടറിയുടെ കീഴിലാണ് പുതിയ വൈറൽ ജനറ്റിക്സ് ലാബ് പ്രവർത്തിക്കുക. പ്രതിദിനം 60 സാമ്പിളുകൾ പരിശോധിക്കാവുന്ന വിധത്തിലാണ് ലാബ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ 100 സാമ്പിളുകൾ വരെയും പരിശോധിക്കാൻ കഴിയും. മോളിക്കുലാർ പരിശോധനാ രീതികളിലൊന്നായ ഡിജിറ്റൽ PCR സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോറോ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ തുടങ്ങിയ വൈറസുകളെ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും. പാലുൽപ്പന്നങ്ങൾ, സമുദ്രവിഭവങ്ങൾ, ജ്യൂസുകൾ, പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം ഈ ലാബിൽ പരിശോധിക്കാം. ഭക്ഷ്യസുരക്ഷാ രംഗത്തും ആരോഗ്യ പരിപാലനത്തിലും ദുബായിയെ ആഗോള നിലവാരത്തിലെത്തിക്കുകയാണ് പുതിയ ലാബിന്റെ ലക്ഷ്യമെന്ന് ദുബായ് സെൻട്രൽ ലബോറട്ടറി ഡയറക്ടർ ഹിന്ദ് മെഹ്മൂദ് അഹമ്മദ് പറഞ്ഞു. 24 ദുബായ്. കേരളത്തിൽ UDFന്റെ മിന്നും വിഷയത്തിൽ സൗദിയിലെ ജിസാനിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. UDF ജിസാൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. KMCC സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് കലായി ഉദ്ഘാടനം നിർവഹിച്ചു. ഷംസു പൂക്കോട്ടൂർ, ജെയ്സൺ ജോസഫ്, ഷെഫീഖ് റഷീദി തുടങ്ങിയവർ സംസാരിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിയും പായസ വിതരണവും നടന്നു. അടുത്ത വാർത്തയിലേക്കാണ്. ഹജ്ജിനോടനുബന്ധിച്ച് മക്കയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി സൗദി അറേബ്യ. ഹജ്ജ് അനുമതി പത്രമില്ലാതെ പുണ്യനഗരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച നിരവധി വിദേശികളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. പ്രധാന റോഡുകൾ ഒഴിവാക്കി മൺപാതകളുടെയും താഴ്വരകളുടെയും നിയമവിരുദ്ധമായ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെയാണ് പിടിയിലായവരിൽ പലരും. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് മുന്നോടിയായി മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും അതിർത്തികളിലും പരിശോധന ശക്തമായി തുടരുകയാണ്. ഇതിനിടയിൽ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരും യാത്രാ സഹായം നൽകിയവരുമായ നിരവധി പേർ പിടിയിലായി. കഴിഞ്ഞ ദിവസം 10 പേരെ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഈജിപ്ത്, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. പ്രധാന റോഡുകളിലെ പരിശോധന ഭയന്ന് മൺപാതകളിലൂടെയും താഴ്വരകളിലൂടെയും അതീവ രഹസ്യമായാണ് ഇവർ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത്. പിടിയിലായവർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. 1 ലക്ഷം റിയാൽ വരെ പിഴ, 6 മാസത്തെ തടവ്, വിദേശികളെ നാടുകടത്തൽ, പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്ക് തുടങ്ങിയവയാണ് ശിക്ഷ. മക്കയിലേക്കുള്ള അതിർത്തി കടക്കാൻ ശ്രമിച്ച നിരവധി മലയാളികളെ തിരിച്ചയച്ചു. പലർക്കും പിഴ ചുമത്തിയതായി മെസ്സേജുകളും വന്നു. അനുമതിയില്ലാതെ മക്കയിൽ താമസിക്കുന്നതും താമസിപ്പിക്കുന്നതും അവർക്ക് യാത്രാ സഹായം നൽകുന്നതുമെല്ലാം ശിക്ഷാർഹമാണ്. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഹജ്ജ് നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് സുരക്ഷാ ഏജൻസികൾ ആവശ്യപ്പെട്ടു. യമലഖേയരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കണമെന്നും സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടു. ജലീൽ കണമകരം, 24 ജിദ്ദ. അടുത്ത വാർത്തയിലേക്കാണ്. മക്കയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. അസീസിയ KMCC പ്രവർത്തകനായ PP മുഹമ്മദ് കുഞ്ഞിയാണ് മരിച്ചത്. മക്ക അസീസിയയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള കെട്ടിടത്തിലായിരുന്നു തീപിടുത്തം. മൃതദേഹം മക്കയിൽ ഖബറടക്കത്തിനുള്ള നടപടികൾ KMCC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. 2 ബംഗ്ലാദേശ് പൗരന്മാരും അപകടത്തിൽ മരിച്ചതായാണ് വിവരം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം. AICC നിരീക്ഷകർ നിയുക്ത MLA-മാരുമായി KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി നിശ്ചയിക്കുവാനുള്ള തീരുമാനം AICC അധ്യക്ഷനെ വിട്ട് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പ്രമേയം പാസാക്കി.
മാരത്തൺ ചർച്ചകൾക്കാണ് രാവിലെ മുതൽ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസിന്റെ 63 നിയുക്ത MLA-മാരും യോഗത്തിനെത്തി. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള തീരുമാനം AICC അധ്യക്ഷന് വിട്ട് പാർലമെന്ററി പാർട്ടി യോഗം പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് നേതൃത്വത്തിന് കൈമാറുമെന്നും AICC അധ്യക്ഷൻ തീരുമാനമെടുക്കുമെന്നും നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. We will submit our report and then decision will be taken soon. നിയുക്ത MLA-മാരെ നിരീക്ഷകർ വെവ്വേറെ കണ്ടു. നിരീക്ഷകരെ കണ്ട MLA-മാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകും. കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അധികാരത്തിലേറും. ഞായറാഴ്ച മുഖ്യമന്ത്രി ആരെന്നത് AICC നേതൃത്വം പ്രഖ്യാപിക്കും. ഇതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ AICC നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഡൽഹിക്ക് പോകും. ഈ മാസം 15-ന് ശേഷമാകും സത്യപ്രതിജ്ഞ. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ് അധ്യക്ഷന് വിട്ട് നിയമസഭാ കക്ഷിയോഗം സമാപിച്ചു. ഇനി ഡൽഹിയിൽ നിന്ന് തീരുമാനത്തിന് കാത്ത രാഷ്ട്രീയ കേരളം. KPCC ആസ്ഥാനത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. ബെന്നി ബെഹനാൻ KPCCയുടെ പുതിയ അധ്യക്ഷനാകും. മന്ത്രിപദവിയിലേക്ക് എത്തുന്ന സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയും. AICC തീരുമാനം ഉടനുണ്ടാകും. പേരാവൂരിൽ നിന്ന് KK ശൈലജയെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുന്ന സണ്ണി ജോസഫിന് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. KPCC അധ്യക്ഷ പദവിയും മന്ത്രിസ്ഥാനവും ഒരാൾ വഹിക്കുന്നതിനോട് കോൺഗ്രസിൽ പൊതുവെ യോജിപ്പില്ല. അതിനാൽ സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവി ഒഴിയും. പകരം A ഗ്രൂപ്പിൽ നിന്ന് ബെന്നി ബെഹനാൻ MP പുതിയ KPCC പ്രസിഡന്റാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാൻ KC വേണുഗോപാലിനാണ് പിന്തുണ നൽകിയത്. A ഗ്രൂപ്പിലെ വലിയൊരു വിഭാഗവും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനെ പിന്തുണയ്ക്കുന്നു. KCക്ക് നൽകിയ പിന്തുണയുടെ പ്രത്യുപകാരമാണ് A ഗ്രൂപ്പിന് ലഭിച്ച KPCC അധ്യക്ഷ സ്ഥാനമെന്നാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന വിമർശനം. സണ്ണി ജോസഫിന് പകരം ബെന്നി ബെഹനാനെ അധ്യക്ഷനാക്കുന്നതിനാൽ സാമുദായിക സമവാക്യത്തിനും മാറ്റമുണ്ടാകുന്നില്ല. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. നാസിക്കിലെ TCS BPOയിൽ നടന്ന ലൈംഗിക അതിക്രമ മതപരിവർത്തന കേസുകളിൽ പ്രതിയായ നിധ ഖാൻ അറസ്റ്റിൽ. 25 ദിവസമായി ഒളിവിലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായിട്ട് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, എവിടെ നിന്നാണ് നിധ ഖാനെ പിടിയിലായത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ 25 ദിവസങ്ങളിലായി ഒളിവിലായിരുന്നു ഈ നിധ ഖാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഛത്രപതി സാംഭാജി നഗറിൽ നിന്നാണ് പ്രതിയെ പോലീസ് ഇപ്പോൾ പിടികൂടിയത്. പല സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണം നിധ ഖാന് വേണ്ടി നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത്. നേരത്തെ ഈ കേസിൽ 8 പേർ പിടിയിലായിരുന്നു. 9 FIR-കളാണ് ആകെ ഈ സമാനമായ കേസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിധ ഖാൻ അവിടെ ഒരു HR മാനേജർ ആയിരുന്നു എന്നതായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വിവരം. പക്ഷെ പിന്നീട് അവരൊരു ടെലികോളറാണ് എന്നുള്ള വിവരം പുറത്തു വന്നു. പ്രതികൾക്ക് സഹായം ചെയ്തു നൽകി എന്നതടക്കമുള്ളതാണ് നിധ ഖാനെതിരായി ആരോപിക്കപ്പെടുന്ന കുറ്റം. നിധ ഖാൻ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചെങ്കിലും അത് ലഭിച്ചിരുന്നില്ല. ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ പിടിയിലാവുന്നത്. ഇനി ചെറിയൊരു ഇടവേള. You are watching 24. തിരികെ വാർത്തകളിലേക്കാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM-ൽ പിണറായി വിജയനെതിരെ വിമർശനം. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തിരിച്ചടിയായെന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ KN ബാലഗോപാൽ ഉൾപ്പെടെ 2ാം നിരയിലെ മുതിർന്ന നേതാക്കൾ നേതൃത്വം തിരുത്തണമെന്ന് ആവശ്യമുന്നയിച്ചു. തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നാണ് LDF യോഗത്തിന് ശേഷമുള്ള TP രാമകൃഷ്ണന്റെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്താൻ ഇടയാക്കിയെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ പരാമർശങ്ങളും എതിരാളികളുടെ പ്രചാരണത്തിന് ആക്കം കൂട്ടിയെന്നും വിമർശനമുണ്ട്. അണികളെ മനസ്സിലാക്കി വേണം നേതൃത്വം മുന്നോട്ടു പോകാനെന്ന് KN ബാലഗോപാൽ, P രാജീവ്, M സ്വരാജ് എന്നീ നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. തോൽവിയുടെ ഗൗരവം പാർട്ടി നേതൃത്വം മനസ്സിലാക്കണമെന്നും താഴെത്തട്ടിൽ നിന്നുള്ള പരിശോധന വേണമെന്നും നേതാക്കളുടെ അഭിപ്രായം. പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ KK ശൈലജ സെക്രട്ടേറിയറ്റിൽ അതൃപ്തി രേഖപ്പെടുത്തി. കനത്ത പരാജയത്തിൽ പാർട്ടി അംഗങ്ങൾക്ക് തുറന്നടിച്ച് അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ
ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. ക്ഷമാപൂർവ്വം സഹാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമയം കൊടുത്ത് ചർച്ച നടത്തണം. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ഇടതുമുന്നണി യോഗവും ഇന്ന് ചേർന്നിരുന്നു. ജനങ്ങളിലേക്ക് മുന്നണി സംവിധാനം ഇറങ്ങിച്ചെല്ലണമെന്നും വിമർശനമുയർന്നു. പരാജയത്തിന് പലവിധ കാരണങ്ങളുണ്ടെന്നും ഒന്നിച്ചു നിന്നാൽ തിരിച്ചു വരാമെന്നും പിണറായി വിജയൻ യോഗത്തിൽ അറിയിച്ചു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും പിണറായി വ്യക്തമാക്കി. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നും വർഗീയ നിലപാട് ഉയർത്താൻ ശ്രമം നടന്നിട്ടുണ്ടെന്നും LDF കൺവീനർ. ന്യൂനപക്ഷ ഏകീകരണം എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഫലങ്ങളും ഓരോ പ്രദേശത്തുമുള്ള അനുഭവങ്ങളും ഞങ്ങൾ പരിശോധിച്ച് എന്നാൽ വർഗീയമായ നിലപാട് ഉയർത്താൻ ശ്രമം നടന്നിട്ടുണ്ട് കേരളത്തിൽ. എല്ലാ പാർട്ടികളുടെയും കീഴ്ഘടകങ്ങൾ മുതൽ യോഗം ചേർന്ന് തിരഞ്ഞെടുപ്പ് വിലയിരുത്തി ജൂൺ 15 ശേഷം മുഴുവൻ സമയ LDF ചേർന്ന് തിരഞ്ഞെടുപ്പ് വീണ്ടും ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം. അടുത്ത വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ടായ 3-ാം നാൾ പ്രതികരണം പ്രസ്താവനയിൽ ഒതുക്കി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവ ബുദ്ധിയോടെ പരിശോധിക്കും. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു. തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ് ഇനിയെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായിട്ടും ഇടതുമുന്നണിയെ നയിച്ച പിണറായി വിജയൻ പ്രതികരിക്കാത്തതിൽ വ്യാപക വിമർശനമുയർന്നിരുന്നു. ഒടുവിൽ പ്രസ്താവനയിൽ പ്രതികരണം ഒതുക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. UDF-ന് അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. LDF-ന് ഈ ജനവിധി അവസാന വാക്കല്ല, തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണെന്ന വാചകത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് എത്തുമെന്ന സൂചന പിണറായി വിജയൻ നൽകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായ ജാഗ്രതയുണ്ടാകും. ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കും. എന്നാൽ ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് പിണറായി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവകരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എല്ലാ സഖാക്കൾക്കും പറയാനുള്ളത് കേൾക്കും. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ പറയുന്നു. UDF-ഉം BJP-യും ചില മാധ്യമങ്ങളുടെ നിലപാടും ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തോൽവി ഉണ്ടായതെന്നാണ് പിണറായി വിജയന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൗരവമായ ആത്മപരിശോധനയിലേക്ക് ഇടത് പാർട്ടികൾ. CPI CPM കേന്ദ്ര നേതൃത്വ യോഗങ്ങൾ ഡൽഹിയിലേക്ക് ചേരും. പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം CPIയുടെ നിർണായക നേതൃയോഗങ്ങൾക്കാണ് നാളെ ഡൽഹിയിൽ തുടക്കമാകുന്നത്. നാളെ രാവിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്ന് ദേശീയ എക്സിക്യൂട്ടീവും ചേരും. ശനി ഞായർ ദിവസങ്ങളിൽ ദേശീയ കൗൺസിൽ യോഗവും നടക്കും. സംസ്ഥാനത്തു നിന്നുള്ള തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്യും. കടുത്ത വിമർശനവും യോഗത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ഉയർന്നേക്കും. സമാനമായ രീതിയിൽ CPM-ഉം പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മാസം 10-11 തീയതികളിൽ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തിരിച്ചടി PB യോഗം വിലയിരുത്തും. ഇതിനു പുറമെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരുന്നത് സംബന്ധിച്ചും PB തീരുമാനമെടുക്കും. ഈ മാസം അവസാന വാരം കേന്ദ്ര കമ്മിറ്റിയും ഡൽഹിയിൽ ചേരുന്നുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.